കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില വാക്കുകളാണ് ഡിപ്ലോമാറ്റും കോൺസുലേറ്റും അറ്റാഷയും ഒക്കെ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കോൺസുലേറ്റ് റിലേറ്റഡായ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോൺസുലേറ്റിനെ പറ്റിയും ഡിപ്ലോമാറ്റ്സിനെ പറ്റിയും ഡിപ്ലോമാറ്റിക് പൊസിഷൻസിനെ പറ്റിയും ഒക്കെ ഒരു ചെറിയ ബ്രീഫ് കൊടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് വൊക്കാബുലറി റിലേറ്റഡ് എന്നുള്ളതിനെക്കാട്ടിലും ഒരു ജനറൽ നോളജ് ഓറിയൻറ്റഡ് എന്നുള്ള രീതിയിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾ എന്നെ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ പേര് നീതു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. ആദ്യത്തെ വാക്ക് ഡിപ്ലോമാറ്റ്. ആരാണ് ഈ ഡിപ്ലോമാറ്റ്? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നയതന്ത്രപരമായ ജോലികൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് ഡിപ്ലോമാറ്റ്സ്. ഇവർക്ക് പല ഡെസിഗ്നേഷൻ ഉണ്ട്. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളത് അംബാസിഡറാണ്. അംബാസിഡർ, സെക്രട്ടറി, കോൺസുൽ ജനറൽ, അറ്റാഷെ, ഇങ്ങനെ പല ഡെസിഗ്നേഷൻസും ഈ ഡിപ്ലോമാറ്റ്സിനുണ്ടായിരിക്കും. ഇതിൽ ചിലതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽഡായി ഉൾപ്പെടുത്തുന്നതുമായിരിക്കും. അടുത്തത് എംബസി. ഒരു രാജ്യത്തിൻ്റെ ഓഫീസ് മറ്റൊരു രാജ്യത്ത് പ്രവർത്തിക്കുന്നതാണ് എംബസി. ഇവർക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. ഒന്ന്, അവരവരുടെ രാജ്യത്തെ പൗരന്മാർ ഇവർ ജോലി ചെയ്യുന്ന രാജ്യത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പരിരക്ഷയും സഹായവും ഒക്കെ കൊടുക്കുക എന്നുള്ളത് ഒരു എംബസിയുടെ ഉത്തരവാദിത്വമാണ്. അതേപോലെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ ആയി പ്രവർത്തിക്കുന്നതും എംബസിയാണ്. ഒരു എംബസിയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അംബാസിഡർ. നമ്മൾ ടേക്ക് ഓഫ് മൂവിയിൽ കണ്ടു, ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ അതിൽ ഇന്ത്യൻ അംബാസിഡർ ടു ഇറാഖാണ്. അപ്പോൾ ആ സിനിമയിൽ കണ്ടതുപോലെ യുദ്ധമോ കലാപമോ പോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യൻ അംബാസിഡറും അതേപോലെ എംബസിയിലെ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ കൂടിയാണ്. അതേപോലെ ഇവാക്വേഷനോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വേണ്ടി വരുമ്പോഴും എംബസീസ് ആണ് അവരവരുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്ത് ഒരു എംബസിയും ഒരു അംബാസിഡറുമാണ് ഉണ്ടാവാറുള്ളത്. എംബസി മിക്കവാറും ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇനി കോൺസുലേറ്റ് എന്താണെന്ന് നോക്കാം. ഒരു എംബസിയുടെ കീഴിൽ ആ രാജ്യത്തെ മറ്റു പല നഗരങ്ങളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ചെറിയ ഓഫീസസ് ആണ് കോൺസുലേറ്റ്സ്. ഈ കോൺസുലേറ്റിലും പല ജോലികൾ നടക്കാറുണ്ട്. അവരവരുടെ രാജ്യത്തെ പൗരന്മാരുടെ പാസ്പോർട്ടിന് റിന്യൂവൽ ചെയ്തു കൊടുക്കുന്നത് കോൺസുലേറ്റ് വഴിയും എംബസി വഴിയുമൊക്കെയാണ്. അതേപോലെ അവരുടെ രാജ്യത്തേക്കുള്ള വിസ ആപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതും കോൺസുലേറ്റ്സിലും എംബസികളിലുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു എംബസിയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ പല കോൺസുലേറ്റ്സ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, അമേരിക്കയിൽ ഇന്ത്യക്ക് ഒരു എംബസിയാണുള്ളത്. അത് വാഷിങ്ടൺ DC-യിലാണ്. പക്ഷേ പല കോൺസുലേറ്റ്സ് ഉണ്ട്. ന്യൂയോർക്ക്, ഷിക്കാഗോ, ഇങ്ങനെ പല സിറ്റീസിലും ഇന്ത്യക്ക് കോൺസുലേറ്റ്സ് ഉണ്ട്. അതേപോലെ US-ന് ഇന്ത്യയിൽ എംബസി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. പക്ഷേ പല കോൺസുലേറ്റ്സ് ഉണ്ട്. ചെന്നൈ, മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ US-ന് കോൺസുലേറ്റ്സ് ഉണ്ട്. ഒരു കോൺസുലേറ്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് കോൺസുൽ ജനറൽ. ഈ കോൺസുൽ ജനറലിന് കീഴിൽ മറ്റു പല ഡെസിഗ്നേഷൻസും ഉണ്ട്. ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ, ഫസ്റ്റ് സെക്രട്ടറി, സെക്കൻഡ് സെക്രട്ടറി, തേർഡ് സെക്രട്ടറി, ഇങ്ങനെ പല ഡെസിഗ്നേഷൻസും വരും. ഇന്ത്യയിൽ ഈ പൊസിഷനിലെല്ലാം നിയോഗിക്കപ്പെടുന്നത് സിവിൽ സർവീസ് എഴുതി IFS നേടുന്ന ആൾക്കാരെയാണ്. IFS കിട്ടുന്ന ഒരാൾക്ക് ആദ്യമായി കിട്ടുന്ന ഡെസിഗ്നേഷൻ തേർഡ് സെക്രട്ടറിയുടേതായിരിക്കും. ഈ തേർഡ് സെക്രട്ടറിക്ക് തൊട്ട് കീഴെ വരുന്ന ഡെസിഗ്നേഷനാണ് അറ്റാഷെ. ഇതൊരു IFS ഉദ്യോഗസ്ഥനല്ലെങ്കിൽ പോലും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ, അതായത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയാണ് അറ്റാഷെ എന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ IFS വഴിയാണല്ലോ ഈ നയതന്ത്ര പ്രതിനിധികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ മറ്റ് രാജ്യങ്ങൾക്കും അവരവരുടേതായ റിക്രൂട്ടിംഗ് സിസ്റ്റം ഉണ്ട് ഈ പൊസിഷൻസിലൊക്കെ ജോലി ചെയ്യാനായിട്ട്. ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വിടുന്ന അംബാസിഡറിനെ ഇന്ത്യൻ അംബാസിഡർ ടു USA, ഇന്ത്യൻ അംബാസിഡർ ടു ചൈന, ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഡിപ്ലോമാറ്റ്സ് ഒക്കെ ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കും. പക്ഷേ അതേസമയം അവർക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ടാവും. സാധാരണ പാസ്പോർട്ടിനേക്കാൾ പ്രയോറിറ്റി ഉള്ളതാണ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്സ്. അവർക്ക് നമ്മൾ സാധാരണ സിറ്റിസൺസ് നേരിടുന്നത് പോലെയുള്ള ചെക്കിങ്ങോ അല്ലെങ്കിൽ കസ്റ്റംസ് പരിശോധനകളോ ഒന്നും ഉണ്ടാവാറില്ല. അവർക്കൊരു ഗ്രീൻ ചാനലിൽ കൂടി പ്രവേശിക്കാവുന്നതാണ്. ഇനി എംബസിയെ പറ്റിയും കോൺസുലേറ്റിനെ പറ്റിയും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിനുള്ളിൽ
അവ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന് യാതൊരു കൺട്രോളും ഉണ്ടാവുകയില്ല. അതായത് ഇന്ത്യൻ എംബസി ഓഫ് USA ഇന്ത്യയുടെ അധികാരപരിധിയിലാണ്, US-ൻ്റെ അല്ല. അതേപോലെ UAE കോൺസുലേറ്റ് ഇൻ ഇന്ത്യ UAE-യുടെ അധികാരപരിധിയിലാണ്, ഇന്ത്യയുടെ അധികാരപരിധിയിൽ അല്ല. അവരുടെ പെർമിഷൻ ഇല്ലാതെ അത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും ആ ഓഫീസിൽ കയറാൻ അനുവാദമില്ല. അതേപോലെ മറ്റൊരു കാര്യം, ഈ ഡിപ്ലോമാറ്റിക് പൊസിഷൻസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അതായത് അവർ ജോലി ചെയ്യുന്ന രാജ്യത്തെ ഒരുമാതിരി നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. പക്ഷേ എന്ന് വെച്ചിട്ട് എന്തൊരു ക്രൈം ചെയ്താലും അവർക്ക് വെറുതെ പോരാം എന്നല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ജനറൽ നോളജ് സെഷൻ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.